ഇത് വിജയലക്ഷ്മി എന്ന് പറയും. ഉത്രാടം വിജയലക്ഷ്മിയുടെ വീടാണ്. ഇവിടുന്ന് മുന്നിലേക്ക് ഇതൊക്കെ അവരുടെ മുറ്റമായിരുന്നു. ആ കല്ല് കൂട്ടം കാണുന്നതാണ് പഞ്ചായത്ത് റോഡ് ആദ്യത്തെ. അത്ര അകലായിരുന്നു. അതെ, അവരുടെ കുടുംബം മൊത്തമാണ് ഈ കാണുന്നത്. മൊത്തം എല്ലാരും അറിയും. ഞാന് അപ്പുറത്തെ വാടായിരുന്നു. രക്ഷപ്പെട്ടു. നമ്മളിപ്പം വീടിങ്ങനെ വീടിന്റെ സർവേ എടുക്കാനായിട്ട് പോയവരെയും എല്ലാവരുടെയും സർവേ എടുക്കാനായിട്ട് ഒരു ടീം വന്നിട്ടുണ്ട്. അപ്പം അവരെ കൂടെ വന്നതാണ് ഞാൻ. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ഭീകരമായ അവസ്ഥ നമുക്ക് നേരിൽ കാണാൻ. എൻ്റെ വാർഡല്ല, പക്ഷെ നമ്മുടെ പഞ്ചായത്താണ്. ഇതെല്ലാ വിവരങ്ങളും അപ്പം അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെപ്പോഴും. പിന്നെ ഇവരുടെ വീടിനെ കുറിച്ച് ഇവർക്ക് വീട് സഹായം കൊടുക്കാനൊക്കെ ഉള്ളതുണ്ട്. വീടുകള് കണ്ടില്ലേ? ഇതാണ് വീടിന്റെ അവശിഷ്ടം. ഉള്ളിലേക്ക് ഒരു അടി പോലും വയ്ക്കാനാവാതെ രക്ഷപ്പെട്ട വീടിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ മുറ്റം, റോഡ് അതെല്ലാം പൂർണ്ണമായും പോയി കഴിഞ്ഞിരുന്നു. അവരുടെ ഓർമ്മകൾ ഇതുപോലെ ഫ്രീസ് ചെയ്ത നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതിനപ്പുറത്ത് അവർക്ക് ഈ പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു? ഇവരുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പഠിക്കുകയാണ്. ഈ രണ്ട് മക്കൾ ഇവരുടെ ഈ ബോസിന്റെ മക്കളാണ്. ഈ കുട്ടിക്ക് ആരാണെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഇവരുടെ മരുമകള്, ഇത് മകൻ, ഇത് അമ്മ. ആര്യ ഭാഗ്യം, ഇവരെല്ലാവരും സേഫാണ്. ഇവരെല്ലാം അന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ കഴുത്തൊപ്പം ചെളിയിൽ നിന്ന് പുതഞ്ഞ് ഒരു കണക്കിന് ഈ വഴി കടന്നു ചെന്ന് നമ്മൾ നേരത്തെ നിന്നിരുന്ന ആ റോട്ടിലേക്ക് കടന്നെത്തുകയായിരുന്നു. അങ്ങനെയാണ് ആ സ്കൂൾ ജംഗ്ഷനിലേക്ക്, ആ കവലയിലേക്ക് എത്തി. അങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടത്. പക്ഷേ നമുക്കിപ്പോൾ പറയാം, ഇവിടെ നിന്ന് ഒരു കഷ്ടി 200 മീറ്ററേ ഉള്ളൂ. പക്ഷേ 200 മീറ്റർ എന്നത് ആ രാത്രി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇതുപോലുള്ള മരക്കഷ്ണങ്ങളുണ്ട്, തടിക്കഷ്ണങ്ങളുണ്ട്, ലോഹഭാഗങ്ങളുണ്ട്. ഇതെല്ലാം കുത്തിക്കീറിയ മുറിവുമായാണ് പലരും കടന്നുപോയത്. ഈ ദൂരം, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൂരമല്ല ആ രാത്രിയിലെ ദൂരം. അതിന് ശരിക്കും പ്രാണന്റെ വിലയുണ്ടായിരുന്നു.